ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയ്ക്ക് അവർക്ക് ഉപകാരപ്പെടുത്താവുന്ന ഉലൂമുദ്ദീൻ്റെ ഒരു ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ്, ശരിയായത് കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യരെ സംരക്ഷിക്കുന്ന മലക്കുകൾ ആരാണ്? ഹഫലത്താണ് മനുഷ്യരെ സംരക്ഷിക്കുന്നത്. ഹമലത്തും റഹ്മത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം അറക്കൽ രാജയുടേതാണ്. അപ്പോൾ നമുക്ക് അറക്കൽ എന്നത് ടിക്ക് ചെയ്യാം. ഇനി ഏറ്റവും പഴയ അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല. ഏറ്റവും പഴയ അറബി മാല കൃതിയാണ് മുഹീദ്ദീൻ മാല. മലബാർ സമരം നടന്ന വർഷം 1921. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. ഇനി സീസ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഏടുകൾ. സീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏടുകളാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ലോകത്തുള്ള അറബി രാഷ്ട്രങ്ങൾ 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. ഇനി ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? ഷെയ്ഖ് അഹമ്മദ് റിഫാഹി എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഉലിദ ബിൽ ഇറാഖ്, ഇറാഖിൽ ജനിച്ചു എന്നാണ്. ഷെയ്ഖ് അഹമ്മദ് റിഫായി ഉലിദ ബിൽ ഇറാഖ്, ഓപ്ഷൻ ഡി. അടുത്തത് ഷെയ്ഖു നിലാമുദ്ദീൻ, ഓപ്ഷൻ ഇ ആണ്. എന്താണ്? അൽ ഫതാവൽ ഹിന്ദിയ എന്ന ഗ്രന്ഥം ഷെയ്ഖു നിലാമുദ്ദീൻ്റെതാണ്. ഇനി ഷാഹു വലിയുള്ള എന്നാണ്? ഓപ്ഷൻ എ ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ ഷാഹു വലിയുള്ള, ഓപ്ഷൻ എ. അടുത്തതാ ദാവൂദ് അലൈഹി ഇസ്ലാമിന് സബൂർ എന്ന കിതാബ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി. ഇനി അലി ഇബ്നു ഹുസാമുദ്ദീൻ എന്താണ്? ഓപ്ഷൻ സി കൻസുൽ ഉമ്മാൽ, ഓപ്ഷൻ സി. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? വിശുദ്ധ ഖുർആൻ അവതരണീയമായതോടെ ഡാഷ് എല്ലാം ദുർബലപ്പെട്ടു. മറ്റു വേദങ്ങൾ എല്ലാം ദുർബലപ്പെട്ടു. നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി എന്താണ്? സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് എന്നാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ്. അടുത്തത്, പരിശുദ്ധ ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിൽക്കും. എന്താണ്? ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിൽക്കും. അടുത്തത്, ഡാഷുടെ മടിയിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. ആരുടെയായിരുന്നു? ഷെയ്ഖ് കർമാനിയുടെ മടിയിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. അടുത്തത്, മഴയുടെ ചുമതലയുള്ള മലക്ക്. മഴ, കാറ്റ്, ഇടി, മിന്ന് ഇതിൻ്റെയൊക്കെ ചുമതലയുള്ളത് മീക്കായിൽ അലൈഹി ഇസ്ലാമിനാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി കീഴടക്കിയ ആരാണ്? പാശ്ചാത്യരാണ് തുർക്കി കീഴടക്കിയത്. അടുത്തത്, ഖാസിം വലിയുല്ലാഹിയുടെ മക്ബറ എവിടെയാണ്? കവറത്തിയിലാണുള്ളത് കേട്ടോ. അടുത്തത്, മലക്കുകൾ ദൂതന്മാരാണ്. ആരുടെ ദൂതന്മാരാണ്? അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. അടുത്തതാ, മലബാർ സമരം നടന്ന വർഷം. മലബാർ സമരം നടന്നത് 1921 മലബാർ സമരം നടന്നത്. ഇനി ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ ശതമാനം 20% മുസ്ലിങ്ങൾ. ഇന്ത്യൻ ജനസംഖ്യയിൽ 20% മുസ്ലിങ്ങളാണ്. ഇനി ഉത്തരം എഴുതാനാണ്. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശ്രയം, വർഗീയത. ഇതാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അടുത്തത് എന്താണ്? പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ എന്നൊക്കെയാണ് ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ. അടുത്തെന്താണ്? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സൂഫി വര്യന്മാരിൽ 2 ആളുടെ പേര് എഴുതുക. എന്തായിരുന്നു? അഷെയ്ഖ് അലിയുൽ കൂഫി, അഷെയ്ഖ് നിലാമുദ്ദീൻ ഔലിയ. ഇവരാണ് മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സൂഫികളിൽ. നമ്മൾ 2 ആളെ പേര് എഴുതാം. നമ്മൾ വേറെയും പേരുകൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലാക്കുക. അടുത്തെന്താണ്?
ഇവരെ അനുസരിക്കൽ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെയാണ്? മാതാപിതാക്കൾ, കോടതികൾ, ഭരണാധികാരികൾ, ഗുരുവര്യർ ഇവരെയൊക്കെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. അടുത്തെന്താണ്? ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഏതൊക്കെയായിരുന്നു? അസ്നവി, കോറികൾ, അടിമവംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. അടുത്ത ഇനി 4 വരിയിൽ കുറയാതെ കുറിപ്പ് എഴുതാനാണ്. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ചിട്ട് എന്തെഴുതാം നമുക്ക്? നമ്മൾ 18ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. അതിന് എന്താണ്? ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയത് സയ്യിദുമാരും പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമാണ്. സയ്യിദ് ഹാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മരി, സയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദലവി, സയ്യിദ് ഇബ്രാഹിം ബാദുഷാ എർവാടി, സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി ഉള്ളാൾ, സയ്യിദ് മുഹമ്മദ് കാസിം വലി കവറത്തി, സയ്യിദ് അലി ഷിഹാബുദ്ദീൻ, സയ്യിദ് ഖുതുബുസ്സമാനി അലവി, മംബുറമീദ് റഹിമല്ലാഹു എന്നിവർ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ പ്രമുഖ സയ്യിദുമാരാണ്. അതുപോലെ സൂഫി വര്യന്മാർ പറയുന്നുണ്ട്. അഷെയ്ഖു അലിയിൽ കൂഫി, അഷെയ്ഖു നിലാമുദ്ദീൻ ഔലിയ, അഷെയ്ഖു ഷാഹുൽ ഹമീദ് നാക്കൂർ, അഷെയ്ഖ് മുഹമ്മദുൽ ഹിംസി, ഉമർ ഖാലി വെളിയങ്കോട് റഹിമല്ലാഹു എന്നിവർ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം വഹിച്ച പ്രമുഖ സൂഫി വര്യന്മാരാണ്. പിന്നെ അതുപോലെ പ്രമുഖ പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത് അത് അഷെയ്ഖു റംലാനുൽ ഷാലിയാത്തി, അഷെയ്ഖ് മഹദൂമുൽ അവൽ, അഷെയ്ഖു മഹദൂമു സാനി, ഖാലി മുഹമ്മദ് സദഖത്തുല്ലാഹിൽ കാഹിരി, ഷാഹ് വലിയുല്ലാഹ് ദലവി, അലിമാം അഹമ്മദ് റള. അപ്പോൾ ഇതൊക്കെ പണ്ഡിതന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പേരൊക്കെ ചേർത്തിട്ട് അവിടെ 5 വരി കുറയാതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വരികയാണെങ്കിൽ അതൊക്കെ എഴുതുക. അടുത്തത് അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെക്കുറിച്ചിട്ട് എഴുതാനാണ്. അതും ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. 1921 കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെൻറ്റ് കേരള മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ചു. വഹാബികൾ മഹാന്മാരെ അധിക്ഷേപിക്കുകയും മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധം ബലഹീനമാക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയും തൽഫലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമാവുകയും ചെയ്തു. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. പിന്നെ അതിൻ്റെ അവസാനത്തിൽ വരുന്ന പാരഗ്രാഫൊക്കെ ചേർത്തിട്ട് നമുക്ക് അത് 5 വരി കുറയാതെ എഴുതി കംപ്ലീറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഉലൂമുദ്ദീനിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.